മാടൻ മീഡിയയിലേക്ക് സ്വാഗതം. കർണാടക ഗോവ അതിർത്തിയായ ഷിമോറയിൽ നിന്നും അത്യന്തം ദുഃഖകരമായ ഒരു വാർത്തയാണ് നമ്മൾ ഈ 6ാം ദിവസവും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നേക്ക് 130 മണിക്കൂർ പിന്നിടുമ്പോൾ 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ എന്ത് പുരോഗതിയാണ് ഈ അന്വേഷണത്തിൽ ഉണ്ടായിരിക്കുന്നത്? ഒരു സർക്കാർ എങ്ങനെ ആവരുതെന്നുള്ളതിൻ്റെ യഥാർത്ഥ തെളിവാണ് ഈ കർണാടക സർക്കാർ ഇപ്പം ചെയ്തിരിക്കുന്നത്. ഇതാണ് മക്കളെ കേരളവും കേരള ജനതയും രാഷ്ട്രീയ പ്രബുദ്ധതയും സാമൂഹ്യ പ്രബുദ്ധതയുമുള്ള ജനങ്ങളും ഭരണാധികാരികളും മറ്റ് സംസ്ഥാനങ്ങളിലെ ഭരണാധികാരികളും ജനങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഒരുപക്ഷെ കേരളത്തിലായിരുന്നു ഈ അവസ്ഥയെങ്കിൽ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നില്ല 6ാം ദിവസത്തിലേക്ക് ഈ ഒരു സംഭവം ഈ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോകുന്നു. നമ്മുടെ നാട്ടിലെ പ്രളയ ദുരിതകാലത്ത് നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ സാഹോദര്യം, ആ ഒത്തൊരുമ, രാഷ്ട്രീയ മത ജാതി ഭേദമന്യേ എല്ലാവരും അവരവരുടെ ജീവനേക്കാൾ വലുത് മറ്റുള്ളവരുടെ ജീവനാണെന്ന് കരുതി ഇറങ്ങി തിരിച്ച ഒരവസ്ഥ. പ്രത്യേകിച്ചും മത്സ്യത്തൊഴിലാളികൾ പ്രളയ ദുരിതകാലത്ത് നമ്മൾ നേരിട്ട് അനുഭവിച്ച പല കാര്യങ്ങളുണ്ട്, പല നേർക്കാഴ്ചകളുണ്ട്. മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവനും സ്വത്തും പണയപ്പെടുത്തി അവരുടെ വരുമാനമാർഗമായ ബോട്ട് കരയിലേക്ക് അടുപ്പിച്ച് എല്ലാവരെയും രക്ഷപ്പെടുത്തുവാനും എല്ലാ സഹായങ്ങൾക്കും കൂട്ടുനിന്നതിന് ശേഷം അവസാനം അവർ നമ്മളോട് യാത്ര പറഞ്ഞ് അവർക്ക് യാത്രയയപ്പ് നൽകുന്ന ഒരു സീൻ നമ്മളുടെ മനസ്സിൽ ഇന്നും വളരെ ഹൃദയഭേദകമായി ഇന്നും നിലനിൽക്കുന്നു. അവരെ നമ്മൾ അന്ന് വിളിച്ച ഒരു പേരുണ്ട്, ഗോഡ്സ് ഓൺ ആർമി. ഗോഡ്സ് ഓൺ ആർമി. മറ്റേതോ ഒരു വീട്ടിലെ അമ്മയ്ക്ക് ബോട്ടിലേക്ക് കയറാനുള്ള ഒരു വഴി ഒരുക്കി കൊടുത്തത് സ്വന്തം മുതുക് കാണിച്ചു കൊടുത്താണ്. സ്വന്തം പുറത്തേക്ക് ചവിട്ടി ആ അമ്മ ബോട്ടിലേക്ക് കയറുന്ന ഒരു സീൻ നമ്മളുടെ മനസ്സിൽ ഇന്നും ഒരു വേദനയോടെ, ഒരു അഹങ്കാരത്തോടെ നമ്മൾ ഇന്നും കൊണ്ടു നടക്കുന്നു. ഇതൊക്കെയാണ് മലയാളികളുടെ കെട്ടുറപ്പ്, മലയാളികളുടെ ചങ്കൂറ്റം, മലയാളികളുടെ ഒത്തൊരുമ. കാര്യം വളരെ ശരിയാണ്. പ്രതികൂലമായ പല കാലാവസ്ഥകളിലും പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് ആ സ്ഥലം, ആ പ്രദേശം കടന്നു പോകുന്നത്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോഴും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കാട്ടിയ വളരെ നികൃഷ്ടമായ, വളരെ വിലപ്പെട്ട ജീവനുകൾ സംരക്ഷിക്കപ്പെടുമായിരുന്ന അവസ്ഥയിൽ നിന്ന് ഈ ഒരു ഘട്ടത്തിലേക്ക്, ഈ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക്, ഈ ഒരു 6ാം ദിവസത്തിലേക്ക് 130 മണിക്കൂറിലേക്ക് വീഴ്ച, അനാസ്ഥ കൊണ്ടുതന്നെ എത്തിച്ചതല്ല. ഈ ഒരു ദുരവസ്ഥ ഭരിക്കുന്ന ഭരണാധികാരികൾക്കോ അവരുടെ മക്കൾക്കോ അവരുടെ ബന്ധുക്കൾക്കോ ആയിരുന്നുവെങ്കിൽ, എങ്കിൽ ഒരു VIP-കൾക്കായിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ ഈ അന്വേഷണത്തിന്റെ പുരോഗതി ഇതാകുമായിരുന്നില്ല. സത്യത്തിൽ 6ാം ദിവസമായി ഇന്ന് അർജുൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലും പ്രാർത്ഥനയിലും കേരളത്തിലെയും ജനങ്ങളും അവരുടെ വീട്ടുകാരും എല്ലാം ശുഭപ്രതീക്ഷയിലാണ്. ഇന്നും ഒട്ടുമിക്ക മണ്ണുകളും അവിടുന്ന് റോഡിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോഴും അർജുനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും നമ്മൾ അർജുൻ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ, മടങ്ങി വരുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസവും പ്രതീക്ഷയാണല്ലോ എല്ലാ പ്രാർത്ഥനകളോടും കൂടി വീണ്ടും മറ്റൊരു വീഡിയോയുമായി മാടൻ മീഡിയ.